മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ഭരേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് മഞ്ഞ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്തെടുക്കാണ്ടിരിക്കുക, ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരല്പം വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ബൈൻഡിങ്ങിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ഇവിടെ ഞാൻ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 6 മുട്ടയ്ക്ക് 1/2 കപ്പ് പാകത്തിനായിരിക്കും ഉണ്ടാകുക. ഇനി ഇതിലേക്ക് മഞ്ഞയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ ഞാനിവിടെ 6 മുട്ടയുടെയും ചേർക്കണില്ല, 4 മുട്ടയുടെ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 മുട്ടയുടെയും ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന പലഹാരത്തിൻ്റെ ടെക്സ്ചറിൽ ഒരു വേരിയേഷൻ വരും, ഒരല്പം സോഫ്റ്റ് ആയി പോവും. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് 4 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് എരിവിന് പാകത്തിന് 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരല്പം കൂടുതലായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരല്പം സ്പൈസി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ മഞ്ഞയൊക്കെ ഞാനിവിടെ ഉടച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു 1/2 കപ്പ് അളവ് കടലപ്പൊടി എന്ന് പറയുന്നത് 6 മുട്ടയ്ക്ക് പാകത്തിനായിരിക്കും. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കടലപ്പൊടിയുടെ അളവും കുറച്ചെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ കൂട്ടിരിക്കുക. ഇതിപ്പം ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ട ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതും ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളുടെ കൂട്ട് നല്ല പാകത്തിനായി കിട്ടും. ആ ഒരു കറക്റ്റ് ബൈൻഡിങ് വരും. നമുക്കിതിങ്ങനെ കൈ കൊണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടി പറ്റണം. ആ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് മുട്ട ഉപയോഗിച്ചിട്ടുള്ള എഗ് 65 ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു കൂട്ട് ഈ ഒരു രീതിക്ക് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കയ്യിൽ എണ്ണ തടവിയത് കൊണ്ട് തന്നെ കയ്യിൽ പറ്റിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഞാൻ എല്ലാം തന്നെ ഉരുട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തപാടെ ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഒരു ഭാഗം ഒരല്പം മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു എണ്ണയിലേക്ക് ഇതുപോലെ പത വരുന്നത് അത് മുട്ടയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും രുചിയാണ്. പക്ഷെ നമ്മൾ ഇതിനായിട്ടൊരു സോസും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വഴറ്റൽ മുഴുവൻ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്നും ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല.
ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ അളവിൽ ഷേസ്വാൻ സോസുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷേസ്വാൻ സോസിന് പകരം നിങ്ങൾക്ക് ചില്ലി ഗാർലിക് സോസോ അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ സോസ് മാത്രം ഉപയോഗിച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെക്കുക. ബാക്കി എല്ലാ സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഷേസ്വാൻ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തയ്യാറാക്കിയിരിക്കുന്ന സോസ് ഇതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പറ്റി വരണം, അതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം സോസൊക്കെ നല്ല പോലെ തന്നെ ഇതിൽ കവർ ചെയ്യുന്ന രീതിക്ക് ഞാനിവിടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്ത സോസിലൊക്കെ ചെറുതായിട്ട് ഉപ്പ് രുചി ഉണ്ടാകും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കവറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് 65 ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. മുട്ട കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പുറമേ ഒരല്പം മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ആ ഒരു മുട്ട നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.